അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള നിങ്ങൾ കാരുണ്യം ചെയ്യുക, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് വരും. ഇത് നമ്മളെ എവിടുന്ന് തുടങ്ങണം? നമ്മളെ ഏറ്റവും ചാരി നിൽക്കുന്നവരോടത്തും തുടങ്ങണം. നമ്മളെ എല്ലാ കാരുണ്യവും എല്ലാ കരുണയും ഒക്കെ നമ്മള് എല്ലായിടത്തും ഉണ്ടാകണം. പക്ഷെ അത് ഇവിടുന്ന് തുടങ്ങണം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. എവിടുന്നാ പറഞ്ഞത്? പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാഇലെ സംസാരത്തിൽ ഭാര്യമാരോട് വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. നിങ്ങൾ അറിയണം, ഞാൻ എന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിലാണ് പെരുമാറുന്നത്. അപ്പൊ അതവിടുന്ന് തുടങ്ങണം. പിന്നെയോ, വീട്ടിൽ പരസ്പരം എല്ലാവരും തമ്മിൽ ഇതുണ്ടാകണം. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഇതുണ്ടാകണം. ഒരു പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം. ആ മനസ്സിലാക്കൽ ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ മോളെ ആ വീട്ടിലെ ഉമ്മ പ്രയാസപ്പെടുത്തുന്നത് കാണുമ്പോ നമുക്ക് പ്രയാസം ഉണ്ടാവോ? അവൾ അവിടെ ഇങ്ങനെ കണ്ണുനീർ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? ഉണ്ടാവും. എങ്കിലേ ഇതും അതേപോലെ കണ്ണും കരളും കൽബുമുള്ള ഒരു ഉമ്മയുടെ മകളെയാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കിയേ ഇടങ്ങറാക്കൂലേ നമ്മള്? ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഇങ്ങനെ അതിന്റെ പേരിൽ ഇങ്ങനെ വണ്ടി എടുത്ത് പോകൂലേ നമ്മള്? മനസ്സിലായോ? ആഫ് കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ മോളെ അവളുടെ ഭർത്താവ് ആശ്വസിപ്പിക്കുന്നതും അവളുടെ മരുമകൻ അവളെ ഒരു സന്തോഷത്തോടുകൂടെ പെരുമാറുന്നതും അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അവൾക്ക് നല്ല വിഭവവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും വാങ്ങിക്കൊടുക്കുന്നത് കാണുമ്പോ നമ്മുടെ മകളുടെ കാര്യത്തിൽ നമ്മൾക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. എങ്കിൽ നമ്മുടെ മോനെ പോകുന്നത് അതേപോലത്തെ ഒരു മോളുടെ കൂടെയാണ്. അപ്പൊ നമ്മളെ മോനും മോളും പോണാണുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. തിരിച്ചു അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? നമ്മളമ്മാനെ അവിടുന്ന് പെരിയുന്ന കുറെ ആൾക്കാർ ഇടങ്ങാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ, അത് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ, നമ്മുടെ ഭർത്താവിന്റെ ഉമ്മയുടെ കാര്യത്തിലും നമ്മളത് ശ്രദ്ധിക്കണം. ഇത്രേ ഉള്ളൂ. ഒരു പരസ്പര ശ്രദ്ധ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന്റെ ഇടയിൽ കടന്നിട്ട് ഒരു കൽബിങ്ങനെ ഇടങ്ങാറാവില്ല. പാനി തെറ്റിക്കാൻ പാടില്ല. അവിടെ എങ്ങനെ നെഞ്ചു പൊട്ടി അതിന് നീകരിക്കുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കണ ഒരു പ്രയാസം നമ്മളെ വീട്ടിൽ ആ മക്കൾക്ക് ഉണ്ടാവില്ല. ഇസ്ലാം ദീൻ നമ്മളെ മനസ്സിലേക്ക് ഇറങ്ങണം. എന്നാൽ എല്ലാവരോടും കരുണ കാണിക്കാൻ പറ്റും.